മറ്റൊരു വാർത്തയിലേക്ക് പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ കൂടിയിരുന്ന് പുകവലിച്ചതിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ? ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നുവെന്നും ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളായിരുന്നു MT വാസുദേവൻ നായരെന്നും അദ്ദേഹം പറഞ്ഞു. യു പ്രതിഭ MLA-യുടെ മകനും കൂട്ടുകാർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്ത എക്സൈസ് വകുപ്പിന്റെ നടപടിക്കെതിരെയായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ, ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് ഒന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ്, വല്ലപ്പോഴും റിസൾട്ട് പേടിയുണ്ട് പറയുന്നത്. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി മരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് വലിക്കും. ചെറുക്കാശീലോ പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിൽ ഇത് വന്നത്. ഈ ഇരിക്കുന്നവരുടെ ഓരോരുത്തരും അവരുടെ കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറയും. ചിലപ്പോൾ ഒരു പുക വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭാകരയുടെ മോൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂട്ടിക്കൂട്ടിയിരുന്നു. അതിന് പ്രതിഭാകരി എന്ത് വേണം? ഒരു സ്ത്രീയല്ലേ, നീ ആ പരിഗണന കൊടുക്കല്ലേ? എത്ര ദിവസമായിട്ട് അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുകയാണ്. ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിന് അമ്മയല്ലേ, പാർട്ടി നേതാവല്ലേ, MLA അല്ലേ, പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ, നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇത് ഞാൻ മനസ്സിലാക്കുന്ന യു പ്രതിഭ ആ വേദിയിൽ ഉണ്ടായിരുന്നു. പ്രതിഭയെ വേദിയിൽ എടുത്തിക്കൊണ്ടാണ് സജി ചെറിയാന്റെ വിശദാംശങ്ങൾ, ഈ പ്രസംഗം വന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്താണ് ഇങ്ങനെ CPM നേതാക്കൾ, CPM പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതിഭയ്ക്ക് ഈ വിഷയത്തിലൊരു പിന്തുണ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സജി ചെറിയാന്റെ ആലപ്പുഴ ജില്ലയിലെ ശക്തനായ CPM നേതാവിന്റെ പ്രതികരണം എന്നതുകൂടി ചേർത്ത് വായിക്കണം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ആലപ്പുഴ കായംകുളത്ത് ഇന്നലെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. യു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിവാദങ്ങളിലായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു വിശദീകരണം അല്ലെങ്കിൽ അത്തരമൊരു പിന്തുണ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം വേണ്ടത്ര പിന്തുണ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പലതവണ നവമാധ്യമങ്ങളിലൂടെ യു പ്രതിഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതെല്ലാം വിവാദങ്ങളാവുകയും ചെയ്തിരുന്നു. തുടർന്ന് പാർട്ടി നേതൃത്വത്തിന്റെ, ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു മൗനമായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ MLA പറഞ്ഞത് ഇതിനകത്ത് FIR ഇട്ടിട്ടില്ല, തന്റെ മകൻ അതിൽ പ്രതിയല്ല എന്ന് പറയുകയും പിന്നീട് FIR അടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെട്ടിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതോടെ പാർട്ടി നേതൃത്വം അതിനകത്ത് കാര്യമായ പ്രതികരണങ്ങളിലേക്ക് പോയില്ല. പക്ഷെ ഇന്നലെ സജി ചെറിയാൻ എക്സൈസിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചത്. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് മന്ത്രി പറയുന്നു. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച ധാരണ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കുട്ടികൾക്ക് ലഭിച്ച, അതായത് 20 വയസ്സുകാരായ ചെറുപ്പക്കാരായിരുന്നു ഇത്തരത്തിൽ തകഴി പാലത്തിനടിയിൽ യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെയുള്ള സംഘം ഇത്തരത്തിൽ കഞ്ചാവുമായി. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം ശരണ്യ, ഈ എക്സൈസ് രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. FIR-ൽ ഇത് കൃത്യമായി കഞ്ചാവ് എന്നുള്ള പദം ഇല്ല എന്നാണോ മന്ത്രി മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ, കേവലം പുക വലിച്ചു എന്ന് മാത്രമല്ലല്ലോ FIR ഉള്ളത്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ FIR-നെ സംബന്ധിച്ചില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നും ഒപ്പം തന്നെ FIR താൻ വായിച്ചതാണ്, അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് പറഞ്ഞത് എന്നാണ്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും ചോദിക്കുന്നുണ്ട്. ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു എന്ന് സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാൻ പുകവലിയെ പിന്തുണച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MT വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നത്. അതായത് പുകവലി ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, പൊതുസ്ഥലങ്ങളിലടക്കം പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവടക്കം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ മന്ത്രി തന്നെ അത്തരത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. മറ്റൊന്ന്, ആ FIR-നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല. കാരണം FIR-ൽ അവർക്കെതിരെ എടുത്തിട്ടുള്ളത് ജാമ്യം
ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു. ഒപ്പം തന്നെ വ്യക്തമാക്കിയത് കഞ്ചാവ് ലായനി ഉൾപ്പെടെയുള്ള ഒരു ബോട്ടിൽ കഞ്ചാവ് ലായനി ഉണ്ടായിരുന്നു. അത് വലിക്കുന്ന രീതിയിലുള്ള പപ്പടയുടെ തണ്ട്, അതായത് പപ്പായയുടെ തണ്ട് ഉൾപ്പെടെ ഈ യുവാക്കളിൽ നിന്ന് എക്സൈസ് കണ്ടെടുത്തിരുന്നു. അത്തരത്തിൽ കണ്ടെത്തുകയും 3 ഗ്രാം കഞ്ചാവ് ആ കൂട്ടത്തിലുള്ള അഭിഷേക് എന്ന ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയും ഇവരെല്ലാവരും വലിച്ചു എന്ന് എക്സൈസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് വലിച്ചതിനാണ് ഇവർക്കെതിരെ കനിവ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എക്സൈസ് കേസ് എടുക്കുകയും ചെയ്തത്. അതായത് ഈ പറഞ്ഞ വെറും ഒരു പുകവലിയുടെ പുറത്തല്ല അവർക്കെതിരെ കേസെടുത്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ഗ്രാം ആണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ അതാണ് സാഹചര്യം. ഏതായാലും ജാമ്യം ഈ പുകവലിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള സംസാരം പ്രതിഭ MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയതുമായി ബന്ധപ്പെട്ട് 9ാം പ്രതിയാണ് നമുക്കറിയാം കനിവ് എന്നുള്ളത് നമുക്കറിയാം. ആ കേസിൽ അത് നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ സജി ചെറിയാൻ FIR വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കൃത്യമായി വായിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പരാമർശം നടത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല എന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞു വെക്കുന്നത് എന്നതും പ്രധാനമാണ്.